അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ലോകത്തിൽ ഏറ്റവും അധികം സ്മരിക്കപ്പെടുന്ന നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ സ്വലാത്തിലും ദുആയിലും എല്ലാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെയുടെ സ്വലാത്തു ചൊല്ലിയില്ല എങ്കിൽ ആ ദുആയും ആ സ്വലാത്തുകളും അല്ലാഹു തആല കബൂലാക്കുകയില്ല. അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ട നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നാം പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം കൂടുതൽ മഹബ്ബത്ത് വെക്കുക, സ്നേഹിക്കുക. അത്തഹിയാത്തിലും കുനൂത്തിലുമെല്ലാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തില്ല എങ്കിൽ ആ അത്തഹിയാത്തും കുനൂത്തുമൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനത്തെ നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കേവലം 23 വർഷം കൊണ്ട് ഒരു ഫോട്ടോ ഇല്ലാതെ, ഒരു പ്രതിമയില്ലാതെ, ഒരു പ്രതിഷ്ഠയില്ലാതെ ഇന്നും അനേകം ആൾക്കാരുടെ ഇടയിൽ വളരെയധികം സ്ഥാനമുള്ള ഒരു നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ലോകത്തിൽ എവിടെയെല്ലാം പള്ളികളുണ്ടോ അവിടെയെല്ലാം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം ഇങ്ങനെ ഉയർന്നു കാണുകയാണ്. അതിനാൽ ലോകത്തിൽ ഏറ്റവും അധികം സ്മരിക്കപ്പെടുന്ന നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അതിനാൽ നാം ആ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം കൂടുതൽ ഇഷ്ടം വെക്കുക, പ്രിയം വെക്കുക. അങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രദ്ധിക്കുക. ഒരു മുഅ്മിൻ ഒരാളും തന്നെ യഥാർത്ഥ മുഅ്മിനാവുകയില്ല. നിങ്ങളുടെ വാപ്പയേക്കാളും ഉമ്മയേക്കാളും എല്ലാവരേക്കാളും ഇഷ്ടജനങ്ങളെക്കാളും സ്നേഹിക്കപ്പെടുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആകുന്നത് വരെ. അതുകൊണ്ട് നാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കപ്പെടുക എന്നതിൻ്റെ ഉപമ അവിടുന്ന് പഠിപ്പിച്ചതായ കാര്യങ്ങളെ നാം 100% പിൻപറ്റുകയും അവിടുന്ന് നിരോധിച്ചതിനെ തൊട്ട് നാം വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നാം ഇത്തഖുള്ള, അള്ളാഹുവിന് നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക. അങ്ങനെ നാം ഇലല്ലാ, അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും മദീനത്തു റസൂലില്ല, മദീനയുടെ രാജാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം കൂടുതൽ മഹബ്ബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം തയ്യാറാവുക. ഇമാമിയങ്ങളും സഹാബാക്കളുമെല്ലാം രക്ഷപ്പെട്ടത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം കൂടുതൽ ഇഷ്ടം വെക്കുകയും പ്രിയം വെക്കുകയും നാം ചെയ്യുക. അങ്ങനെ സഹാബാക്കൾക്കൊക്കെ വളരെയധികം പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെയധികം മഹബ്ബത്തായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് അവിടുന്ന് വഫാത്താവുകയാണെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെയുടെ മുടി അവിടുത്തെയുടെ കഫൻ പുടവയിൽ വെക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുമായിരുന്നു. അങ്ങനെ ലോകത്തിൽ ഒരു നേതാവിൻ്റെയും മുടിയോ
മറ്റു വിയർപ്പ് ഒരാളും തന്നെ ഉപയോഗിക്കുകയില്ല. പക്ഷേ സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പും മുടിയുമെല്ലാം മുസ്ലിമീങ്ങൾ അത് ഉപയോഗിക്കുകയും അത് വളരെയധികം പുണ്യമായിട്ട് ബർക്കത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വമെന്ന് നാം 100% നാം മനസ്സിലാക്കുക. അല്ലാഹു തആല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.